ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോട്ടോർ സൈക്കിളും അതിൻ്റെ ബ്രാൻഡിനെ പറ്റിയിട്ടാണ്. ഈ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡ് വെയ്റ്റ് കാറ്റഗറി മോട്ടോർ സൈക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രാൻഡാണ്. ആ ബ്രാൻഡിൽ തന്നെ നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ട് ഒരു 14 മോഡൽസും 49 വേരിയൻറ്റും ഉണ്ട്. ഈ ഒരു ബ്രാൻഡിന് ഒരു ക്യാരക്ടർ ഉണ്ട്. അത് നിങ്ങളിപ്പം ബ്രാൻഡ് വഴിയെ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഈ ഒരു ബ്രാൻഡ് എങ്ങനെയാണല്ലോ, ഇതിനൊരു ക്യാരക്ടർ ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി അല്ല യൂസ് ചെയ്ത വണ്ടിക്കൊക്കെ ഏകദേശം ഒരു ക്യാരക്ടറാണല്ലോ എന്ന് മനസ്സിലാവും. അപ്പം ആ ഒരു ബ്രാൻഡിൽ ഈ ബാക്കി 13 മോഡലും ഈ 13 മോഡലും പല സെഗ്മെൻറ്റാണ്, പല എൻജിൻ കപ്പാസിറ്റി കാര്യങ്ങളും വരുന്നുണ്ട്, പല പർപ്പസിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്ത മോട്ടോർ സൈക്കിളാണ്. എങ്കിലും ഏകദേശം നോക്കുമ്പോൾ ഒരു ബിഹേവിയർ ഉണ്ടാവുക ഏകദേശം ഒരേപോലുള്ള. അപ്പം ഈ 14ാമത്തെ മോഡൽ മാത്രമാണ് ഈ കംപ്ലീറ്റ് ക്യാരക്ടർ പൊട്ടിച്ചിട്ട് അയാളെ രീതിയിൽ തോന്നിയ പോലെ വൻ പെർഫോമൻസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു മോട്ടോർ സൈക്കിളിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആ ഒരു മോട്ടോർ സൈക്കിൾ യൂസ് ചെയ്ത ആൾക്കാരുണ്ടാവും, എന്തായാലും യൂസ് ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഇതിപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ മോട്ടോർ സൈക്കിൾ തന്നെയാണോ, ആ രീതിയിലാണ് അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളും വരിക. അപ്പം ആ ഒരു മോട്ടോർ സൈക്കിൾ പ്രസൻറ്റ് ചെയ്യുകയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ സ്പെക്ക് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഈ സ്പെക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ മോട്ടോർ സൈക്കിളിൻ്റെ ക്യാരക്ടർ, എങ്ങനെയാണ് ഈ വണ്ടി എടുത്ത് പെരുമാറുക, അത് മാത്രമായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയാട്ടോ. ഓക്കെ, എന്നാൽ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മോട്ടോർ സൈക്കിൾ കേട്ടോ, റോയൽ എൻഫീൽഡിൻ്റെ ഗറില്ല 450. ചില ആൾക്കാരൊക്കെ ഇതിനെ ഗൊറില്ല എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഗറില്ല എന്നാട്ടോ മെൻഷൻ ചെയ്യാം കറക്റ്റായിട്ട്. ഇതാണ് റോയൽ എൻഫീൽഡിൻ്റെ ഫസ്റ്റ് ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ വരുന്ന മോട്ടോർ സൈക്കിൾ കേട്ടോ. ഇതും ഹിമാലയനും ഒരേ എഞ്ചിനാണ് ഷെയർ ചെയ്ത് പോകുന്നത്. അപ്പം ഇതാണ് ആ എഞ്ചിൻ വരുന്നത്. അതും റേഡിയേറ്റർ കാര്യങ്ങളൊക്കെ എക്സ്പോസ് ആയിട്ടാണ് കിടക്കുന്നത്. ഒന്നും അതുപോലെ ഗാഡി കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെ എക്സ്പോസ് ആക്കിയിട്ടിട്ടാണ്. അപ്പോൾ റോയൽ എൻഫീൽഡിൽ നിന്ന് ഇങ്ങനെ ഒരു മോട്ടോർ സൈക്കിൾ അങ്ങനെ ആരും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിൾ ആട്ടോ അത്. അതുപോലെ ഈ എഞ്ചിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പം ഒരു ക്രാഡിൽ ഫ്രെയിമോ കാര്യങ്ങളോ അല്ല വരുന്നത്, ഹാങ് ചെയ്തിട്ട കണ്ടീഷൻ ആട്ടോ. ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, സ്പെക്ക് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഓക്കെ, ഇതിപ്പം ഫുള്ള് LED ആണ് വരുന്നത്, LED. ഓക്കെ, അപ്പം ഹാലോജൻ്റെ ഒരു പരിപാടിയും ഇല്ല, ഫുൾ LED ലാംപ്സ് ആണ് വരിക. അതുപോലെ തന്നെ ഷോവേൻ്റാണ്, സസ്പെൻഷൻ പ്രീമിയം ബ്രാൻഡാണ് ചെയ്യുന്നത്. അതിപ്പം എവിടെയും മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ. ഓക്കെ, പിന്നെ ബാക്കിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇൻറ്റിഗ്രേറ്റഡ് ടെയിൽ ലാമ്പ് വിത്ത് ട്രാഫിക് ലൈറ്റ് കേട്ടോ. അതായത് ഇൻഡിക്കേറ്ററിൻ്റെ കൂടെ തന്നെ ബ്രേക്ക് ലൈറ്റും. അതിങ്ങനെ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടെയിൽ ലാമ്പ് ഉണ്ടെന്ന് കൂട്ടാം, ഇവിടെ ലഗേജ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ടെയിൽ ലാമ്പ് ചിലപ്പം കവറായി പോകും. ഓക്കെ, അങ്ങനെ നമ്മളെ പഴയ ഹിമാലയൻ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സോൾവ് ചെയ്തിട്ടാണ് ഹിമാലയനും ഇതിനും ഏകദേശം അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതാകുമ്പം കവർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിൻ്റെ റൈഡേഴ്സിന് കാണില്ലല്ലോ വണ്ടി ബ്രേക്ക് ചെയ്തതിനോ ഇല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഹൈലൈറ്റ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ടയർ പ്രൊഫൈൽ. റോയൽ എൻഫീൽഡ് ഫ്ലീറ്റിലെ 650 cc ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഏറ്റവും ബിഗർ സൈസ് ടയർ പ്രൊഫൈലുള്ള മോട്ടോർ സൈക്കിൾ ഇതാണ്. ഓക്കെ, 160, 60, 70 ആണ്. ഇത് എടുത്തു വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ എടുത്ത് കാണിക്കും. കാരണം ടയർ ഹാക്കർ കാര്യങ്ങളൊന്നും വരുന്നില്ല, ചെറിയൊരു ടെയിൽ പീസ് കാര്യങ്ങളാണ് വരിക. അപ്പം ഈ ടയർ വല്ലാണ്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഇതുണ്ടല്ലേ എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ പക്ക ഒതുക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതൊന്നും പുറത്തേക്ക് അങ്ങനെയല്ല. ഇനി ലഗേജ് കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും കെട്ടാനൊക്കെ സുഖമാണ്. ഇനി അതേപോലെ ഗാർഡ് സെക്ഷൻ കാര്യങ്ങൾ കോർണറിങ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിലും ഇത് ഒരയാനോ അങ്ങനെയൊന്നും ചാൻസ് ഇല്ല കേട്ടോ, കോർണറിങ് ഒക്കെ വരികയാണെന്ന് എക്സ്പെഷ്യലി. ഓക്കെ, ഇതാണ് സൈഡ് വ്യൂ വരാം മോട്ടോർ സൈക്കിളിൻ്റെ. വേറെ കാര്യം കൂടി പറയാനുണ്ട്, കണ്ടില്ലേ ട്രിപ്പിൾ ഡാഷ് ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത മോട്ടോർ സൈക്കിൾ. ഇതും കൂടെ ഹിമാലയൻ ഉണ്ടാവും കേട്ടോ, കൂടെ പറയുമ്പോൾ അതും ഉണ്ടാവും. നമ്മളെ ഇൻ്റർസെപ്റ്റർ ട്വിൻസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് രണ്ട് ഏകദേശം ഒരേ സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ചെറിയ എഞ്ചിൻ്റെ ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുന്നുണ്ടുള്ളൂ, ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് സൈഡ് വ്യൂ കേട്ടോ. ഓക്കെ, ഇനി ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. വീഡിയോ പെട്ടെന്ന് തീരും, ചെറിയ ചെറിയ കാര്യങ്ങളെ പറയാനുള്ളൂ. അപ്പം ഇനിയിപ്പോൾ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് തന്നെ. ഓക്കെ, ഈ എൻജിൻ്റെ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 PS പവറും 40 Nm ടോർക്കും.
അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 40 Nm ടോർക്ക് ഒരു 5500 RPM ചെയ്തു തരും. അതുപോലെ തന്നെ ഒരു 40 PS പവർ ഒരു 8000 RPM-ലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി വണ്ടീൻ്റെ വെയിറ്റ് ഏകദേശം ഒരു 185 കിലോ, ഏകദേശമില്ല കറക്റ്റ്. ഓക്കെ, ഈ ഒരു വെയിറ്റ് റേഷ്യോ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും, ഈ വെയിറ്റ് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റിയ വേറൊരു മോട്ടോർ സൈക്കിൾ റോയൽ എൻഫീൽഡിൻ്റെ ഈ ഒരു ബ്രാൻഡിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം. ബാ, പിന്നെ ഈ ഒരു മോട്ടോർ സൈക്കിളാണ് 100. ഓക്കെ, ഇത് റിയോ വൈറ്റ് ആട്ടോ കളർ 100. അപ്പം ഈ ഒരു മോട്ടോർ സൈക്കിളാണ് ഏകദേശം ആ വെയിറ്റ് വെച്ച് നമുക്ക് ഗറില്ലേനെ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ വീണ്ടും ഇവനിലേക്ക്. അപ്പം ഇതാണ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ. ഈ വണ്ടി ഇങ്ങനെ പവർ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഈ പവർ ടു വെയിറ്റ് റേഷ്യോ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു മോട്ടോർ സൈക്കിളൊക്കെ അല്ലേ, എല്ലാം ഞാൻ നേരത്തെ തുടക്കം പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു ക്യാരക്ടർ കാണിച്ചുകൊണ്ടിരിക്കുന്ന മോട്ടോർ സൈക്കിളിന് ഈ ഒരു വണ്ടീനെ വ്യത്യസ്തമാക്കുന്നു ഈ ഒരു പവർ ടു വെയിറ്റ് റേഷ്യോ ആണ്, വേറൊന്നും കൊണ്ടല്ല. അപ്പം ഈ ഒരു വണ്ടി ആർക്കൊക്കെ സജസ്റ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പവറിനെ സ്നേഹിക്കുന്ന ആൾക്കാരല്ലേ, ഓക്കെ, എടുത്തോ പിടിച്ചോ പോകുന്നത്, ഒരു പൊളിച്ച് ഓടിക്കാന്നുള്ള കണ്ടീഷൻ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ബെസ്റ്റ് ഒരു ഓപ്ഷനാണത്. ഓക്കെ, അതുപോലെ ഇത് ബിഗിനർക്കൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടിലില്ല കേട്ടോ. കാരണം നമുക്കിപ്പം ഒരു 150 അപ്ഡേറ്റ് ആയിട്ട് വരുന്നൊരു റൈഡർക്കൊക്കെ ഇതിലേക്ക് വരുമ്പം ഈ പവർ മാത്രമാണ് പ്രശ്നമായിട്ട് വരുന്നത്. അത് മാനേജ് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു ഇഷ്യൂസും ഇല്ല. നമുക്ക് വേണമെങ്കിൽ ഇൻ്റർസെപ്റ്ററൊക്കെ വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ലീനിയറായിട്ടാണ് ഇൻ്റർസെപ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇൻ്റർസെപ്റ്റർ വേണമെങ്കിൽ ഇവിടെ തന്നെ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതാ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോയിലുള്ള സാധനം ലിമിറ്റഡ് എഡിഷൻ. ഈ ഒരു മോട്ടോർ സൈക്കിളൊക്കെ ലീനിയറായിട്ടാണ് പവർ ചെയ്യുക. വണ്ടീൻ്റെ വെയിറ്റ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ ഒരു പകുതി കഴിഞ്ഞാൽ ജോർജ് സാറ് സ്വഭാവമായിട്ടോ വണ്ടി കാണിക്കുന്നത്. ഓക്കെ, വീണ്ടും വന്നു. അപ്പോൾ അതാണ് കാര്യങ്ങൾ. അപ്പം ഈ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് കുറച്ച് പൊളിച്ചോടിക്കാന്നുള്ള കണ്ടീഷനുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മോട്ടോർ സൈക്കിൾ ചൂസ് ചെയ്യാവുന്നതാണ്. ഏകദേശം വണ്ടീൻ്റെ എക്സ്ഷോറൂം കോസ്റ്റ് ഒരു 240 റേഞ്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എടുത്ത് ചാടി ഈ ഒരു മോട്ടോർ സൈക്കിൾ എടുത്ത് നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു ബിഹേവിയർ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് നല്ലോണം ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക, വണ്ടി ഓക്കെ ആണോ നോക്കുക, എന്നിട്ട് ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടീൻ്റെ ക്യാരക്ടർ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ടൂളായിരിക്കും ഇത്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. എന്നാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ വെയിറ്റ് ചെയ്യാം. ബൈ.